Welcome to the online classes conducting by Bharat College. The last lesson of the first part, English reader, the danger of a single story. The lesson's name is The Danger of a Single Story, and this is written by Chimamanda Ngozi Adichie. ഈ പേരെന്ന് പറയുന്നത് നിങ്ങൾക്ക് വിചിത്രമായിട്ട് തോന്നാം. ഇപ്പം നൈജീരിയക്കാരിയായ ഒരു എഴുത്തുകാരിയുടെ പേരാണ്. ഇതൊരുപക്ഷെ നിങ്ങൾ കേട്ടിരിക്കില്ല. ചിമമണ്ട നോസി NGOZI ബൈ NG. ഈ രണ്ട് കൺസണൻസ് ചേരുമ്പോൾ കിട്ടുന്ന ശബ്ദം, എന്നിൻ്റെ ശബ്ദം ന് എന്നും ജിയുടെ ശബ്ദം ഗ എന്നും എടുത്താൽ നമ്മുടെ മലയാളം ഭാഷ പോലുള്ള ഭാഷകളനുസരിച്ച് ഈ രണ്ട് ശബ്ദങ്ങൾ കൂട്ടിച്ചേർത്ത് ഉച്ചരിക്കാൻ പ്രയാസമാണ്. പക്ഷേ ആഫ്രിക്കൻ ലാംഗ്വേജസ് ഹാവ് എ ഡിഫറൻറ്റ് ആക്സെൻറ്റ്. ആഫ്രിക്കൻ ഭാഷകൾക്ക് നമ്മുടെ ഭാഷകളിൽ നിന്നും വ്യത്യസ്തമായ ഒരു ചൊവയാണുള്ളത്, ഉച്ചാരണ ശൈലി. ഹർ നെയിം വൺസ് മോർ, ചിമമണ്ട നോസി ആദിച്ചി, ADICHI. She was born on 15th September 1977. Okay. She is a famous Nigerian novelist, non-fiction writer. Non-fiction writer means സാഹിത്യേതര കൃതികളുടെ കർത്താവ്. ഇപ്പം ചെറുകഥ, ഷോർട്ട് സ്റ്റോറി, നോവൽ തുടങ്ങിയവയൊക്കെ സാഹിത്യകൃതികളാണ്. എന്നാൽ സാഹിത്യേതര കൃതികളുണ്ട്, മറ്റ് പലതരത്തിലുള്ള റൈറ്റിങ്സ്, ആർട്ടിക്കിൾസ്, എസ്സേയ്സ്. അങ്ങനെയുള്ള കൃതികളുടെയും നോവലുകളുടെയും ചെറുകഥകളുടെയും ഒക്കെ രചയിതാവാണ് ചിമമണ്ട നോസി ആദിച്ചി. ഓക്കെ. She is regarded as the most prominent among young Anglophone authors in African literature. ആഫ്രിക്കൻ സാഹിത്യത്തിലെ പുതിയ തലമുറയിലെ ആംഗ്ലോഫോൺ റൈറ്റേഴ്സിൽ വെച്ച് ദ മോസ്റ്റ് പ്രോമിനൻറ്റ്, ഏറ്റവും പ്രധാനപ്പെട്ട സ്ഥാനം അലങ്കരിക്കുന്ന ഒരു എഴുത്തുകാരിയാണ്. ആൻഡ് വാട്ട് ആർ ഹെർ ഇമ്പോർട്ടൻറ്റ് വർക്ക്സ് ഓർ ദ മോസ്റ്റ് ഫേമസ് വർക്ക്സ്? Purple Hibiscus, Half of a Yellow Sun, and Americana. Yes, these are his famous works. And here, the danger of a single story. ഇവിടെ നമുക്ക് പഠിക്കാനുള്ളത് the danger of a single story. Danger എന്ന് പറഞ്ഞാൽ അപകടം എന്നാണ്. The danger of a single story. A single story means ഒരൊറ്റ കഥ, ഒരൊറ്റ കഥയുടെ അപകടം. ഇവിടെ ഈ ഒരൊറ്റ കഥ എന്ന് പറഞ്ഞാൽ നമ്മൾ ഉദ്ദേശിക്കുന്ന അർത്ഥം അല്ല അതിനുള്ളത്. ഇപ്പം ഏതെങ്കിലും ഒരു വ്യക്തിയെക്കുറിച്ചോ അല്ലെങ്കിൽ ഒരു വർഗത്തെക്കുറിച്ചോ ഒക്കെ നമ്മൾ കേവലം ഒരറിവിൻ്റെ അടിസ്ഥാനത്തിൽ മാത്രം ആയിരിക്കും മനസ്സിലാക്കുന്നത്, ഒരു തലത്തിലൂടെ മാത്രമായിരിക്കും നമ്മൾ അതിനെ കാണുന്നത്. ഇറ്റ് ഈസ് സോ ഡേഞ്ചറസ്. അത് അപകടകരമായ ഒരു കാര്യമാണ്. വി ഡോണ്ട് ഗെറ്റ് എ കംപ്ലീറ്റ് ഐഡിയ ഓഫ് ദാറ്റ് പർട്ടിക്കുലർ പേഴ്സൺ ഓർ റേസ്. ആ പ്രത്യേക വ്യക്തിയെക്കുറിച്ചോ അല്ലെങ്കിൽ ആ വർഗത്തെക്കുറിച്ചോ നമുക്കൊരു പൂർണ്ണമായ അല്ലെങ്കിൽ ഏകദേശം പൂർണ്ണമായ ഒരറിവ് കിട്ടുന്നില്ല. കേവലം ഒരു വീക്ഷണകോണിലൂടെ മാത്രം നമ്മളവരെ കാണുകയും വിലയിരുത്തുകയും ചെയ്യുന്നു. അത് ഒരു തെറ്റിദ്ധാരണയ്ക്ക് തുല്യമാണ്.
അന്നേരം അതാണ് ഇവിടെ ദ ഡേഞ്ചർ ഓഫ് എ സിംഗിൾ സ്റ്റോറി എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, അന്നേരം എന്താണ് സ്വന്തം അനുഭവങ്ങളിലൂടെ എന്താണ് അതിൻ്റെ ഡേഞ്ചർ എന്നിവിടെ ആദിച്ച് നമ്മളുടെ മുമ്പിൽ അവതരിപ്പിക്കുകയാണ്. ഓക്കെ, I am a storyteller and I would like to tell you a few personal stories about what I like to call the danger of a single story. Yes, even in the first sentence, the storyteller, Chimamanda Ngozi Adichie, reveals her intention. And what is it? I am a storyteller and I would like to tell you a few personal stories. ഞാനൊരു സ്റ്റോറി ടെല്ലറാണ്. ഞാൻ നിങ്ങളോട് കുറച്ച് വ്യക്തിപരമായ സ്റ്റോറീസ്, കഥകൾ പറയാൻ ആഗ്രഹിക്കുന്നു. എബൌട്ട് വാട്ട് ഐ ലൈക്ക് ടു കാൾ ദ ഡേഞ്ചർ ഓഫ് എ സിംഗിൾ സ്റ്റോറി. യെസ്, ആൻഡ് ഷീ ലൈക്സ് ടു കോൾ ഇറ്റ് ദ ഡേഞ്ചർ ഓഫ് എ സിംഗിൾ സ്റ്റോറി. അവരതിനെ വിളിക്കാൻ ആഗ്രഹിക്കുന്നത് ദ ഡേഞ്ചർ ഓഫ് എ സിംഗിൾ സ്റ്റോറി എന്നാണ്. കഥയ്ക്ക് ഇതിന് പേരിട്ടിരിക്കുന്നത് തന്നെ ദ ഡേഞ്ചർ ഓഫ് എ സിംഗിൾ സ്റ്റോറി എന്നുള്ളതാണ്. I grew up on a university campus in eastern Nigeria. Yes, where was she brought up? അവരെവിടെയാണ് വളർത്തപ്പെട്ടത്? I grew up on a university campus in eastern Nigeria. അല്ലേ, ഈസ്റ്റേൺ നൈജീരിയ, നൈജീരിയയുടെ കിഴക്കൻ ഭാഗത്ത് ഒരു യൂണിവേഴ്സിറ്റി ക്യാമ്പസിലാണ് അവർ വളർത്തപ്പെട്ടത്. ഓക്കെ, my mother says that I started reading at the age of 2, and her mother says that she started reading at the age of 2. Yes, വെറും 2 വയസ്സ് പ്രായമുള്ളപ്പോൾ തന്നെ അവർ വായിക്കാൻ തുടങ്ങി എന്നാണ് അവരുടെ അമ്മ പറയുന്നത്, അല്ലേ? She doesn't have any idea about it. She doesn't remember it. But her mother says that she began to read at the age of 2. Okay. Although I think it probably happened when I was 4. Though എന്നൊക്കെ പറഞ്ഞാൽ എങ്കിലും I think it probably happened when I was 4. But she thinks that she began to read at the age of 4. അപ്പോൾ അമ്മ 2 വയസ്സിൽ അവൾ വായിക്കാൻ തുടങ്ങി എന്ന് പറയുന്നെങ്കിലും അവരുടെ വിചാരമെന്ന് പറയുന്നത്, ഉറപ്പായിട്ടല്ല പറയുന്നത്, 4-ാമത്തെ വയസ്സിൽ വായിക്കാൻ തുടങ്ങിയെന്നാണ്. I was an early reader. Yes, there is no doubt she is an early reader. വളരെ നേരത്തെ വായിച്ചു തുടങ്ങിയ ഒരു വ്യക്തിയാണ്. എന്ന് പറഞ്ഞാൽ ബിഫോർ 5, അല്ലേ, 5 വയസ്സിന് മുമ്പ് അപ്പോൾ വായിക്കാൻ തുടങ്ങുക എന്ന് പറഞ്ഞാൽ ആ കാലഘട്ടത്തിൽ നേരത്തെ വായിച്ചു തുടങ്ങുക എന്നുള്ളതാണ്. ഇപ്പം നമ്മുടെ നാട്ടിൽ തന്നെ ഇപ്പം കുട്ടികൾ വായിച്ചു തുടങ്ങുന്നത് ഇപ്പം 3 വയസ്സൊക്കെ ആകുമ്പോഴാണ് അവരെ അക്ഷരം പഠിക്കാൻ ഇരുത്തുന്നത്, അവർ വായിച്ച് തുടങ്ങുന്നത്. അപ്പം ഈ ആധുനികമായ കാലഘട്ടത്തിൽ പോയി അപ്പം ഞങ്ങളൊക്കെ പഠിച്ചിരുന്ന കാലഘട്ടത്തിൽ എന്ന് പറഞ്ഞാൽ 5 വയസ്സ്, 1-ാം ക്ലാസ്സിൽ പോകുന്നതിന് ഒരു 6 മാസം മുമ്പോ 1 വർഷം മുമ്പോ ഒക്കെ ഏതെങ്കിലും എഴുത്ത് പള്ളിക്കൂടം, കുടിപ്പള്ളിക്കൂടം, ആശാന്മാരെന്നൊക്കെ പറയാം, അവിടെയൊക്കെ കൊണ്ടുചെന്ന് ജസ്റ്റ് അക്ഷരങ്ങളൊക്കെ ഒന്ന് തുടങ്ങി വെക്കും എന്ന് മാത്രമേ ഉള്ളൂ. ആധികാരികമായിട്ട് തുടങ്ങുമ്പോൾ 5 വയസ്സ് ആകുമെന്നുള്ളതാണ്. ഓക്കെ, അത് I think it probably happened when I was 4. So I was an early reader, and what I read were British and American children's books. And what did she read? She read British and American ചിൽഡ്രൻസ് ബുക്സ്. അന്നേരം അവരെന്താണ് ആദ്യകാലത്ത് വായിച്ചിരുന്നതെന്ന് പറഞ്ഞാൽ ബ്രിട്ടീഷ് അമേരിക്കൻ ചിൽഡ്രൻസ് ബുക്സാണ്. അന്നേരം ഇംഗ്ലീഷ് ഭാഷയിലും അമേരിക്കൻ ഭാഷയിലുമുള്ള ബാലസാഹിത്യ കൃതികൾ, ചിൽഡ്രൻസ് ബുക്സാണ് അവർ വായിച്ച് തുടങ്ങിയത്. ഏതൊക്കെ ഭാഷകളാണ്? ഇംഗ്ലീഷ്, അമേരിക്കൻ ഭാഷ, അമേരിക്കൻ ഇംഗ്ലീഷ്. ഓക്കെ, I was also an early writer. Yes, she again says that she was also an early writer. ഒരു ഏർലി റൈറ്റർ കൂടിയാണ്, വളരെ നേരത്തെ എഴുതി തുടങ്ങിയ വ്യക്തി കൂടിയാണ്. വായന നേരത്തെ തുടങ്ങി, അതുപോലെ എഴുത്തും നേരത്തെ തുടങ്ങി. ഓക്കെ, and when I began to write at about
the age of 7, and she began to write at the age of 7. 7 വയസ്സുള്ളപ്പോഴാണ് എഴുത്ത് തുടങ്ങിയത്. Stories in pencil with crayon illustrations that my poor mother was obligated to read. Yes, she wrote stories in pencil, using pencil. പെൻസിലുകൾ ഉപയോഗിച്ച് കഥകൾ എഴുതിയിരുന്നു വിത്ത് ക്രയോൺ ഇല്ലുസ്ട്രേഷൻസ്. ആ കഥകളോടൊപ്പം ക്രയോൺ കൊണ്ട് ആ ഇല്ലുസ്ട്രേഷൻസ് ചെയ്ത്, ഇല്ലുസ്ട്രേറ്റ് ചെയ്യുക എന്നുള്ള വാക്കിൻ്റെ അർത്ഥം വളരെ വിപുലമായിട്ട് വിശദീകരിക്കുക, ഉദാഹരണ സഹിതം വിശദീകരിക്കുക. പിന്നെ ഇവിടെ ക്രയോൺ ഇല്ലുസ്ട്രേഷൻ എന്ന് പറഞ്ഞാൽ എന്താണെന്ന് അറിയാമോ? ഇപ്പോൾ കുട്ടികളുടെ കഥകൾ എന്ന് പറയുമ്പോൾ ഇപ്പം നമ്മൾ സാധാരണ ബാലമംഗളം, ബാലരമ, പൂമ്പാറ്റ തുടങ്ങിയ കൃതികളൊക്കെ വായിച്ചു നോക്കുകയാണെങ്കിൽ അവയിൽ കഥ മാത്രം കൊടുക്കുകയല്ല ചെയ്യുന്നത്. കുട്ടികൾക്ക് അത് കുറച്ചുകൂടെ സുഗ്രാഹ്യമാകാൻ വേണ്ടി കഥകളുടെ ഇടയിൽ കഥാസന്ദർഭങ്ങളുടെ ചിത്രങ്ങൾ കൂടി കൊടുത്തിരിക്കും. ഇപ്പം മുതിർന്നവർക്കിപ്പോൾ അതിൻ്റെ ആവശ്യമില്ല, അല്ലാതെ തന്നെ വായിച്ച് കാര്യങ്ങൾ മനസ്സിലാക്കാൻ കഴിയും. എന്നാൽ കുട്ടികൾക്ക് അങ്ങനെയല്ല. അതിലെ പ്രധാന സന്ദർഭങ്ങൾ ഇടയ്ക്ക് ഇങ്ങനെ ചിത്രങ്ങളുടെ രൂപത്തിൽ കൊടുത്തിരിക്കുന്നത് അവരെ ഒന്നുകൂടെ കഥ മനസ്സിലാക്കാൻ സഹായിക്കും. അത് വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ട് അവർക്ക് തോന്നും. അതിലെ ക്രയോൺ എന്താണെന്ന് നിങ്ങൾക്കറിയാം. അതിൽ ആ ക്രയോൺ കൊണ്ട് ആ കഥകളുടെ ഇടയിൽ ഇങ്ങനെ ഇല്ലുസ്ട്രേഷൻസ്, ഇവിടെ അതിനെ വിശദീകരിച്ചുകൊണ്ടുള്ള ചിത്രങ്ങൾ എന്നാണ് ഉദ്ദേശിക്കുന്നത്. ഇല്ലുസ്ട്രേറ്റ് എന്ന് പറഞ്ഞ വാക്കിൻ്റെ അർത്ഥം ഞാൻ പറഞ്ഞു. ദാറ്റ് മൈ പുവർ മദർ വാസ് ഒബ്ലിഗേറ്റഡ് ടു റീഡ്. യെസ്, മൈ പുവർ മദർ, എൻ്റെ പാവം അമ്മ, വാസ് ഒബ്ലിഗേറ്റഡ്, നിർബന്ധിതയായിരുന്നു ടു റീഡ്, അത് വായിക്കാൻ. ഇല്ലെങ്കിൽ അവൾക്ക് വിഷമമാകും, അല്ലേ? കുഞ്ഞുങ്ങൾ ഉദ്ദേശിക്കുന്ന കാര്യങ്ങൾ ഇപ്പോൾ അച്ഛനും അമ്മയൊക്കെ ചെയ്തില്ലെങ്കിൽ അവർ പിണങ്ങും, അവർക്ക് വിഷമമാകും, അല്ലേ? അന്നേരം രക്ഷാകർത്താക്കൾ എന്താ ചെയ്യുന്നത്? കുട്ടികളുടെ സന്തോഷത്തിന് വേണ്ടി അവർ പറയുന്ന കാര്യങ്ങൾ അനുസരിക്കും. അത് ഇവിടെയും അതുപോലെയാണ്. കഥ എഴുതി അതിൻ്റെ ഇടയ്ക്ക് ക്രയോൺ കൊണ്ട് പടങ്ങളൊക്കെ വരച്ചു, അമ്മയെ കൊണ്ട് നിർബന്ധിച്ച് വായിപ്പിച്ചു എന്നുള്ളതാണ്. ഹെർ മദർ വാസ് ഒബ്ലിഗേറ്റഡ് ടു റീഡ് ദ. ഓക്കെ, I wrote exactly the kind of stories I was reading. Yes, what kind of stories did she write? She began to write at the age of 7. 7 വയസ്സുള്ളപ്പോഴാണ് എഴുതി തുടങ്ങിയത്. ഏത് തരത്തിലുള്ള കഥകളാണ് എഴുതി തുടങ്ങിയത്? I wrote exactly the kind of stories. ഞാൻ എഴുതിയത് എക്സാക്ട്ലി, കൃത്യമായും അത്തരം കഥകളാണ്. എത്തരം കഥകളാണ്? I was reading. ഞാൻ വായിച്ചിരുന്ന അതേപോലുള്ള കഥകളാണ് ഞാൻ എഴുതിയിരുന്നത്. All my characters were white and blue-eyed. And what about her characters? അതിൽ അവരെഴുതിയിരുന്ന കഥകളിലെ കഥാപാത്രങ്ങൾ ഏതുപോലെയായിരുന്നു? കഥകൾ വായിച്ചിരുന്ന കഥകളെ പോലെയുള്ള കഥകളാണ് എഴുതിയിരുന്നത്. അതിലെ കഥാപാത്രങ്ങൾ എന്ന് പറഞ്ഞാലോ, the characters were white and blue-eyed, അല്ലേ? വെള്ളക്കാരായ കഥാപാത്രങ്ങൾ, white people, and blue-eyed, നീല കണ്ണുകളുള്ള വെള്ളക്കാരായ കഥാപാത്രങ്ങൾ. ദേ പ്ലേഡ് ഇൻ ദ സ്നോ. ആ സ്നോ, നല്ല മഞ്ഞത്ത്, അല്ലേ, ഓടിച്ചാടി കളിച്ചിരുന്നു. ആൻഡ് ദേ എയ്റ്റ് ആപ്പിൾസ്. യെസ്, വാട്ട് ഡിഡ് ദേ ഈറ്റ്? ആപ്പിൾസ്, ആപ്പിളുകൾ ഭക്ഷിച്ചിരുന്നു. ആൻഡ് ദേ ടോക്ക്ഡ് എ ലോട്ട് അബൌട്ട് ദ വെദർ. അവർ കാലാവസ്ഥയെക്കുറിച്ച് ഒരുപാട് സംസാരിച്ചിരുന്നു. How lovely it was that the sun had come out. How lovely, how beautiful it was when the sun had come out. സൂര്യൻ, അല്ലേ, ഉദിച്ചു കഴിഞ്ഞാൽ എന്ത് മനോഹരമായിരുന്നു. അവരെ സംബന്ധിച്ച് ആ കൂടുതലും കാലം തണുപ്പായിരുന്നു. അവരെ സ്നോയിൽ ഓടിച്ചാടി കളിച്ചിരുന്നവരാണ്. അന്നേരം സൂര്യൻ ഉദിച്ചു കഴിഞ്ഞാൽ, വേനൽക്കാലം വന്നാൽ അവർക്ക് വളരെ സന്തോഷമാണ്. But I had never been outside Nigeria. But here Aditi says that she had never gone outside Nigeria. പക്ഷേ ഇതൊക്കെ എഴുതുന്ന ഈ ആദിറ്റി ഉണ്ടല്ലോ, അവർ നൈജീരിയ വിട്ട് പുറത്തു പോയിട്ടേ ഇല്ല. അതിൽ അമേരിക്കൻ ആസ് വെൽ ആസ് ഇംഗ്ലീഷ് സ്റ്റോറീസ് were read by her, and she wrote exactly the kind of stories she read. അവർ വായിച്ചിരുന്നത് അമേരിക്കൻ, ബ്രിട്ടീഷ് ചിൽഡ്രൻ സ്റ്റോറീസാണ്. അവരെഴുതിയിരുന്നതും അമേരിക്കൻ ആസ് വെൽ ആസ് ബ്രിട്ടീഷ്
ക്യാരക്ടേഴ്സ് ഉൾപ്പെടുന്ന സ്റ്റോറീസാണ്. പക്ഷെ അവർ നൈജീരിയയ്ക്ക് പുറത്തു പോയിട്ടില്ല എന്നുള്ളതാണ് വാസ്തവം. വി ഡിഡിൻറ്റ് ഹാവ് സ്നോ ആൻഡ് ഇൻ നൈജീരിയ ദേ ഡിഡിൻറ്റ് ഹാവ് സ്നോ. നൈജീരിയയിൽ അവിടെ മഞ്ഞില്ല. വി ഐറ്റ് മാംഗോസ് നോട്ട് ആപ്പിൾസ്. ആപ്പിൾസ് അല്ല അവർ കഴിച്ചിരുന്ന, മാംഗോസ് ആണ് കൂടുതൽ കഴിച്ചിരുന്നത്. ആൻഡ് വി നെവർ ടോക്ക്ഡ് അബൌട്ട് ദ വെദർ. ദേ ഡിഡ് നോട്ട് ടോക്ക് അബൌട്ട് ദ വെദർ. അവർ ഒരിക്കലും കാലാവസ്ഥയെക്കുറിച്ച് സംസാരിച്ചിരുന്നില്ല. ബിക്കോസ് ദർ വാസ് നോ നീഡ് ടു ടോക്ക് അബൌട്ട് വെദർ. കാലാവസ്ഥയെക്കുറിച്ച് സംസാരിക്കേണ്ട ആവശ്യവും ഇല്ലായിരുന്നു. അന്നേരം അവർ ഏത് സാഹചര്യത്തിലാണോ ജീവിക്കുന്നത് ആ സാഹചര്യത്തിലുള്ള കഥാസന്ദർഭങ്ങളും കഥാപാത്രങ്ങളും ഉൾപ്പെട്ട കഥകളല്ല അവരെഴുതുന്നത്. നേരെ മറിച്ച് അവർ ഏത് തരം കഥകളാണോ വായിച്ചിരുന്നത് അത്തരം കഥകളും അതിലെ കഥാപാത്രങ്ങളെയുമാണ് അനുകരിച്ച് എഴുതിയിരുന്നത്. ഓക്കെ, വാട്ട് ദിസ് ഷോസ് ഐ തിങ്ക് ഈസ് ഹൗ ഇംപ്രഷനബിൾ ആൻഡ് വൾണറബിൾ we are in the face of a story, particularly as children. And what this shows, ഇതെന്താ കാണിക്കുന്നതെന്ന് വെച്ചാൽ ഐ തിങ്ക് ഞാൻ കരുതുന്നത് ഈസ് ഹൗ ഇംപ്രഷനബിൾ, എന്തുമാത്രം ഇംപ്രഷനബിൾ ആണ്, ഇംപ്രസീവാണ്, ഇംപ്രഷൻ ഉളവാക്കുന്നതാണ്. ഇംപ്രസ് ചെയ്യുക എന്ന് പറഞ്ഞാൽ എന്താ? നമ്മെ ആകർഷിക്കുക, നമ്മിൽ ഒരു അവബോധമുണ്ടാക്കുക, നമ്മിൽ ഒരു മതിപ്പുണ്ടാക്കുക എന്നൊക്കെയാണ് ഇംപ്രസ് എന്ന് പറഞ്ഞത്. വളരെ ഇംപ്രസീവായ എന്ന് നമ്മൾ പറയാമല്ലോ. അത് എന്തുമാത്രം ഇംപ്രഷനബിളാണ്, നമ്മെ ആകർഷിക്കുന്ന, നമ്മിൽ ഒരു അവബോധമുണ്ടാക്കുന്നതാണ്. ആൻഡ് വൾണറബിൾ, ഇതാണ് നമ്മെ ഒരു തരത്തിൽ അത് വൾണറബിളാണ് എന്ന് പറഞ്ഞാൽ നമ്മെ ഡിസ്റ്റർബ് ചെയ്യുകയാണെന്ന് വേണമെങ്കിലും നമുക്ക് പറയാം. എന്താണ്? വി ആർ ഇൻ ദ ഫേസ് ഓഫ് എ സ്റ്റോറി, പർട്ടിക്കുലർലി ആസ് ചിൽഡ്രൻ. കുട്ടികളെന്ന നിലയിൽ പ്രത്യേകിച്ച് നമ്മൾ ഒരു കഥ വായിക്കുമ്പോൾ അത് നമ്മളെ ഭയങ്കരമായിട്ട് ഇംപ്രസ് ചെയ്യുന്നു. ഒരു രീതിയിൽ പറഞ്ഞാൽ അത് നമ്മളെ വേറൊരു തലത്തിലേക്ക് നയിക്കുന്നു. പല യാഥാർത്ഥ്യങ്ങളും മനസ്സിലാക്കാൻ കഴിയാതെ ഏതെങ്കിലും ഒരു തലത്തിലേക്ക് മാത്രം നയിക്കുന്നു. ഓക്കെ, ബിക്കോസ് ആസ് ഐ ഹാഡ് റെഡ് ബുക്സ് ഇൻ വിച്ച് ക്യാരക്ടേഴ്സ് വേ ഫോറിൻ. അവരവരുടെ അനുഭവത്തിൽ നിന്ന് തന്നെയാണ് പറയുന്നത്. ബിക്കോസ് ഓൾ ഐ ഹാഡ് റെഡ് വേർ ബുക്സ് ഇൻ വിച്ച് ക്യാരക്ടേഴ്സ് വേർ ഫോറിൻ. അവർ വായിച്ചിരുന്ന പുസ്തകങ്ങളിലെ ക്യാരക്ടേഴ്സ് എല്ലാം ഫോറിൻ ക്യാരക്ടേഴ്സാണ്, വിദേശ കഥാപാത്രങ്ങളാണ്. നൈജീരിയയിൽ ജീവിക്കുന്നവർ അമേരിക്കയിലെയും ബ്രിട്ടനിലെയും കഥാപാത്രങ്ങൾ അടങ്ങിയ പുസ്തകങ്ങളാണ് വായിച്ചിരുന്നത്. I had become convinced that books by their very nature had to have foreigners in them. I had become convinced. ഇതിനകം തന്നെ ഞാൻ കൺവിൻസ്ഡ് ആയി കഴിഞ്ഞു. എന്താ കൺവിൻസ്ഡ് ആവുക എന്ന് വെച്ചാൽ ബോധ്യപ്പെടുക. അതായത് ഐ ഹാഡ് ബിക്കം കൺവിൻസ്ഡ് ദാറ്റ് ബുക്സ് ബൈ ദെയർ വെരി നേച്ചർ, പുസ്തകങ്ങൾ അവയുടെ പ്രകൃതം കൊണ്ട് തന്നെ, നേച്ചർ മീൻസ് പ്രകൃതം കൊണ്ട് തന്നെ had to have foreigners in them. അന്നേരം കുട്ടിക്കാലത്ത് തന്നെ ഇവരിൽ ഒരു മിഥ്യാധാരണ ഉടലെടുത്തിരുന്നു. ഇവർ വായിച്ചിരുന്ന പുസ്തകങ്ങൾ നൽകിയ അറിവിൻ്റെ അടിസ്ഥാനത്തിലാണ് ആ തെറ്റിദ്ധാരണ അഥവാ മിഥ്യാധാരണ അവരുടെ മനസ്സിലുണ്ടായിരുന്നത്. എന്താണ്? ബുക്കുകളാണെങ്കിൽ അതിലെ കഥാപാത്രങ്ങൾ വിദേശികളായിരിക്കണം. കാരണം അവർ ജീവിച്ചിരുന്ന ചുറ്റുപാടിലെ കഥാപാത്രങ്ങൾ അടങ്ങിയ പുസ്തകങ്ങളൊന്നും അവർ വായിച്ചിട്ടില്ല. അവർ വായിച്ചിരുന്ന പുസ്തകങ്ങളിലെ കഥാപാത്രങ്ങളെല്ലാം വിദേശികളാണ്. അന്നേരം അവരുടെ മനസ്സിൽ വന്ന ധാരണ എന്താണ്? ബുക്കുകളാണെങ്കിൽ അതിലെ കഥാപാത്രങ്ങൾ വിദേശികളായിരിക്കണം എന്നുള്ളൊരു ധാരണയാണ് കേട്ടോ. And had to be about things, and that books had to be about things with which I could not personally identify. അതുപോലെ തന്നെ അതിനെക്കുറിച്ചായിരിക്കണം കഥ. had to be about things with which I could not personally identify. എനിക്ക് പേഴ്സണലായിട്ട്, വ്യക്തിപരമായിട്ട് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റാത്ത, തിരിച്ചറിയാൻ പറ്റാത്ത കാര്യങ്ങളെക്കുറിച്ചായിരിക്കണം പുസ്തകങ്ങൾ. അതിൻ്റെ പുസ്തകങ്ങളിലെ കഥാപാത്രങ്ങളും അതുപോലെ പുസ്തകങ്ങളിലെ ഇതിവൃത്തങ്ങളും അവർക്ക് ആയിരിക്കില്ല എന്നുള്ളൊരു തെറ്റിദ്ധാരണ വളരെ കുട്ടിക്കാലത്ത് തന്നെ അവരുടെ മനസ്സിൽ ഉടലെടുത്തു എന്നുള്ളതാണ്. ഓക്കെ, നൗ things changed when I discovered African books, but the matters were changed when she found out some African books. പക്ഷേ ഇത് മാറി. ഈ ഒരു ധാരണ
ഈ ഒരു ചിന്താരീതി മാറി. എപ്പോഴാണ്? when she discovered some African books. ചില ആഫ്രിക്കൻ പുസ്തകങ്ങൾ കണ്ടെത്തിയപ്പോൾ അവരുടെ ഈ ചിന്താരീതി മാറി എന്നാണ് പറയുന്നത്. there weren't many of them available. Many of the African books were not available then. ഒരുപാട് ആഫ്രിക്കൻ ബുക്കുകളൊന്നും അപ്പോൾ അവൈലബിൾ ആയിരുന്നില്ല, ലഭ്യമായിരുന്നില്ല. And they weren't quite easy to find as the foreign books. It is very easy to find out the foreign books, but native books, the books in native languages were not well available then. എന്നാണ്. അന്നേരം നേറ്റീവ് ലാംഗ്വേജസിലുള്ള പുസ്തകങ്ങളൊന്നും അപ്പോൾ വളരെ അവൈലബിൾ ആയിരുന്നില്ല, ലഭ്യമായിരുന്നില്ല. വിദേശ ഭാഷ, പ്രത്യേകിച്ച് അമേരിക്കൻ ഇംഗ്ലീഷും ഇംഗ്ലീഷും, ഈ ഭാഷകളിലുള്ള പുസ്തകങ്ങളായിരുന്നു കൂടുതൽ ലഭ്യമായിരുന്നത്. ഓക്കെ. But when I read Chinua Achebe and Camara Lee, two famous African writers, and പ്രശസ്തരായ ആഫ്രിക്കൻ റൈറ്റേഴ്സ് ആണ് ചിനുവ അക്കീബിയും ആൻഡ് ക്യാമറ ലീ. അതെ, ഇവരുടെ രണ്ടുപേരുടെയും പുസ്തകങ്ങൾ ഞാൻ വായിച്ചപ്പോൾ ഐ റിയലൈസ്ഡ് ദാറ്റ് പീപ്പിൾ ലൈക്ക് മീ, അതായത് അവർ ആഫ്രിക്കൻ റൈറ്റേഴ്സാണ്. അന്നേരം തീർച്ചയായിട്ടും ആഫ്രിക്കൻ റൈറ്റേഴ്സിൻ്റെ കൃതികളിൽ പരാമർശിക്കപ്പെടുന്നത് ആഫ്രിക്കയിലെ ഇതിവൃത്തങ്ങളും അതുപോലെ ആഫ്രിക്കയിലെ കറുത്ത വർഗ്ഗക്കാരുടെ കഥകളും പ്രമേയങ്ങളും ഒക്കെ ആയിരിക്കും. അന്നേരം ഈ പുസ്തകങ്ങൾ വായിച്ചപ്പോഴാണ് ഞാൻ മനസ്സിലാക്കിയത് ഗേൾസ് വിത്ത് ദ സ്കിൻ ദ കളർ ഓഫ് ചോക്ലേറ്റ്, ചോക്ലേറ്റിൻ്റെ കളറുള്ള സ്കിന്നുള്ള പെൺകുട്ടികൾ എന്ന് പറഞ്ഞാൽ എന്താണ്? ദ ബ്ലാക്ക് ഗേൾസ് എന്നുള്ളതാണ്, കറുത്ത വംശജരായ പെൺകുട്ടികൾ. ലൈക്ക് ദ ഓദർ, ഈ എഴുത്തുകാരിയെ പോലുള്ള കറുത്ത വംശജരായ പെൺകുട്ടികൾ. ഹൂസ് കിങ്കി ഹെയർ കുഡ് നോട്ട് ഫോം പോണി ടെയിൽസ്. അവരുടെ കിങ്കി ഹെയർ മീൻസ് കർലി ഹെയർ. കർലി ഹെയർ എന്ന് വെച്ചാൽ ഇങ്ങനെ ചുരുണ്ട മുടി. ഇപ്പോൾ ആഫ്രിക്കക്കാരുടെ, ആഫ്രിക്കൻ നേറ്റീവ്സിൻ്റെ മുടി എന്ന് പറഞ്ഞാൽ നമുക്കറിയാം ഇങ്ങനെ സ്പ്രിങ് മാതിരി ചുരുണ്ട മുടിയായിരിക്കും. അതിനാണ് കർലി ഹെയർ. കർല് മീൻസ് ചുരുളുക, ഉരുണ്ടുകൂടുക എന്നൊക്കെയുള്ള അർത്ഥമാണ്. അന്നേരം അങ്ങനെ കിങ്കി ഹെയർ മീൻസ് കർലി ഹെയർ ഉള്ള പിന്നെ ആഫ്രിക്കക്കാരായ പെൺകുട്ടികൾ എന്ന് വെച്ചാൽ അവരുടെ മുടി കുഡ് നോട്ട് ഫോം പോണി ടെയിൽസ്. അന്നേരം അവരുടെ മുടി കൊണ്ട് ഈ അമേരിക്കയിലെയും ഇംഗ്ലണ്ടിലെയും പെൺകുട്ടികളുടെ മുടി കൊണ്ടുണ്ടാക്കുന്ന പോണി ടെയിൽസ് ഉണ്ടാക്കാൻ പറ്റില്ല. പോണി എന്ന് പറഞ്ഞാൽ കുതിരക്കുട്ടി എന്നുള്ള അർത്ഥമാണ്. എന്ന് പറഞ്ഞാൽ കുതിരവാല് പോലെ എന്താണ് മുടി ഇങ്ങനെ പിന്നിൽ കെട്ടിവെക്കാറുണ്ട്. ഈ ആഫ്രിക്കൻ പെൺകുട്ടികളുടെ മുടി അങ്ങനെ കെട്ടിവെക്കാൻ പറ്റത്തില്ല. കാരണം അതിൻ്റെ നേച്ചർ, അതിൻ്റെ പ്രകൃതം എന്ന് പറഞ്ഞാൽ കിങ്കി ഹെയർ ഓർ കർലി ഹെയർ ആണ്, ചുരുണ്ട മുടിയാണ്. അതെല്ലാം പിടിച്ചിങ്ങനെ കെട്ടിവെക്കാൻ, പുറകിൽ കെട്ടിവെക്കാൻ പാടാണ്. പക്ഷേ ബ്രിട്ടീഷ് ആസ് വെൽ ആസ് അമേരിക്കൻ ഗേൾസ് ഹാവ് curly hair, have not curly hair. Their hair can be made ponytails പോലെ, കുതിരവാല് പോലെ അവരുടെ മുടി കെട്ടിവെക്കാൻ പറ്റും. ഓക്കെ. അന്നേരം ഞങ്ങളെപ്പോലുള്ളവർക്കും കുഡ് ആൾസോ എക്സിസ്റ്റ് ഇൻ ലിറ്ററേച്ചർ. അന്നേരം ചോക്ലേറ്റിൻ്റെ സ്കിൻ കളറുള്ള, അതുപോലെ തന്നെ കിങ്കി ഹെയർ ഉള്ള ഞങ്ങളെയും എന്ത് ചെയ്യാൻ പറ്റും? സാഹിത്യത്തിൽ ഉൾപ്പെടുത്താൻ പറ്റും എന്ന് ഞാൻ മനസ്സിലാക്കി. എപ്പോഴാണ്? ഈ ചിനുവ അക്കീബിയുടെയും ക്യാമറ ലേയുടെയും ഒക്കെ കഥകൾ വായിച്ചപ്പോഴാണ്. ഓക്കെ. I started to write about things I recognized. Then I started to write about things I recognized. ഞാൻ തിരിച്ചറിഞ്ഞ കാര്യങ്ങളെക്കുറിച്ച് എഴുതാൻ തുടങ്ങി. തിരിച്ചറിഞ്ഞ അല്ലെങ്കിൽ മനസ്സിലാക്കുന്ന കാര്യങ്ങളെക്കുറിച്ചല്ലേ എഴുതാൻ പറ്റും. ഓക്കെ. റെക്കഗ്നൈസ് ചെയ്യുക, തിരിച്ചറിയുക, മനസ്സിലാക്കുക. ഇറ്റ്സ് നൗൺ ഫോം റെക്കഗ്നൈസേഷൻ എന്ന് പറയും. I loved the American and British books I read. Yes, she loved the American and English books. Okay, American English ബുക്കുകളായിരുന്നു അവർക്ക് ഇഷ്ടം. They stirred my imagination. അവ എൻ്റെ ഭാവനയെ എന്ത് ചെയ്തു? സ്റ്റിർ ചെയ്യുക എന്ന് പറഞ്ഞാൽ എന്താ? സ്റ്റിർ ചെയ്യുക, STIR, സ്റ്റിർ പല അർത്ഥങ്ങളുണ്ട്. സ്റ്റിർ ഇളക്കുക, നമ്മൾ കരണ്ടിയും തവിയൊക്കെ കൊണ്ടിങ്ങനെ ഇളക്കുന്നതിന് സ്റ്റിർ എന്ന് പറയും. അതുപോലെ തന്നെ മനസ്സിനെ പിടിച്ചിളക്കുക, ആവേശം നൽകുക, കാറ്റ് വന്നിങ്ങനെ കരിയിലേക്ക് അടിച്ചു പുറപ്പിക്കുക, ഇതിനെല്ലാം സ്റ്റിർ എന്ന് പറയും. അപ്പോൾ സ്റ്റിറിങ് മോഡൽ എന്ന് പറഞ്ഞാൽ നമ്മൾക്ക് ഇൻസ്പിറേഷൻ നൽകുന്ന ഒരു മാതൃക എന്നാണ് അർത്ഥം. അത് ഇവിടെ എന്താ പറഞ്ഞിരുന്നത്? ഈ അമേരിക്കൻ ഇംഗ്ലീഷ് പുസ്തകങ്ങളായിരുന്നു അവർ വായിച്ചിരുന്നത്. ആ പുസ്തകങ്ങളായിരുന്നു ആദിച്ചിക്ക് ഇൻസ്പിറേഷൻ നൽകിയിരുന്നത്, പ്രചോദനം നൽകിയിരുന്നത്. സ്റ്റിർഡ് മൈ ഇമാജിനേഷൻ, എൻ്റെ ഭാവനകൾക്ക് പ്രചോദനം നൽകിയിരുന്നത്. ആൻഡ് ഓപ്പൺഡ് അപ്പ് ന്യൂ വേൾഡ്സ് ഫോർ മീ, എനിക്ക് വേണ്ടി പുതിയ ലോകങ്ങൾ
തുറന്നു തന്നിരുന്നത്. ബട്ട് ആഫ്രിക്കൻ റൈറ്റേഴ്സ് സേവ്ഡ് മീ ഫ്രം ഹാവിങ് എ സിംഗിൾ സ്റ്റോറി ഓഫ് വാട്ട് ബുക്സ് ആർ. ബട്ട് ആഫ്രിക്കൻ റൈറ്റേഴ്സ് സേവ്ഡ് മീ. പക്ഷെ ആഫ്രിക്കൻ എഴുത്തുകാരാണ് എന്നെ യഥാർത്ഥത്തിൽ രക്ഷിച്ചത്. നേരത്തെ പറഞ്ഞ ചിനുവ അക്കീബിയും ക്യാമറാലെയും പോലെയുള്ള എഴുത്തുകാർ, അവരാണ് എന്നെ രക്ഷിച്ചത്. എന്തിൽ നിന്നും? ഫ്രം ഹാവിങ് എ സിംഗിൾ സ്റ്റോറി ഓഫ് വാട്ട് ബുക്സ് ആർ. പുസ്തകങ്ങൾ എന്ന് പറഞ്ഞാൽ എന്താണ്, അതിനെക്കുറിച്ച് എൻ്റെ മനസ്സിൽ ഒരു സിംഗിൾ സ്റ്റോറി ഉണ്ടാകുന്നതിൽ നിന്നും എന്നെ രക്ഷിച്ചത് ചിനുവ അക്കീബിയും അതുപോലെ ക്യാമറാലെയും ആണ്. എന്ന് വെച്ചാൽ അവരുടെ പുസ്തകങ്ങളാണ്. ആ പുസ്തകങ്ങൾ ഇവർ വായിക്കാൻ ഇടയായിരുന്നില്ലെങ്കിൽ ഇവരുടെ മനസ്സിലൊരു തെറ്റിദ്ധാരണ ഉണ്ടായേനെ. കാരണം കഥാപാത്രങ്ങൾ ഇംഗ്ലീഷ് കഥാപാത്രങ്ങളായിരിക്കണം, കഥകൾ ഇംഗ്ലീഷ് കഥകൾ, അമേരിക്കൻ ഇംഗ്ലീഷ് കഥകളായിരിക്കണം. പക്ഷെ അതിൽ നിന്നും അവർ രക്ഷപ്പെട്ടു ഇവരുടെ കൃതികൾ വായിച്ചിരുന്നത് കൊണ്ട്. ഓക്കെ, ഐ കം ഫ്രം എ കൺവെൻഷണൽ മിഡിൽ ക്ലാസ് നൈജീരിയൻ ഫാമിലി. ഞാൻ വന്നിരുന്നത് ഒരു കൺവെൻഷണൽ, ഒരു സാമ്പ്രദായികമായ എന്ന് വെച്ചാൽ യാഥാസ്ഥിതികമായ എന്നൊരർത്ഥം എടുക്കാം. കൺവെൻഷനൽ. ഓക്കെ, നമ്മൾ കൺസർവേറ്റീവ് ഫാമിലീസ് എന്ന് പറയാറുണ്ട്, യാഥാസ്ഥിതിക കുടുംബങ്ങൾ. അതേ അർത്ഥം തന്നെയാണ്. നിലനിൽക്കുന്ന സമ്പ്രദായങ്ങൾ അതേ കണക്ക് തുടർന്നു കൊണ്ടുപോകുന്ന കുടുംബങ്ങൾ, യാഥാസ്ഥിതിക കുടുംബങ്ങൾ. അതിലൊരു യാഥാസ്ഥിതിക ഇടത്തരം മിഡിൽ ക്ലാസ് നൈജീരിയൻ ഫാമിലിയിൽ നിന്നാണ് ഞാൻ വന്നിരുന്നത്. മൈ ഫാദർ വാസ് എ പ്രൊഫസർ ആൻഡ് ഹെർ ഫാദർ വാസ് എ പ്രൊഫസർ. പ്രൊഫസറായിരുന്നു പിതാവ്. മൈ മദർ വാസ് ആൻ അഡ്മിനിസ്ട്രേറ്റർ. ആൻഡ് വാട്ട് വാസ് ഹെർ മദർ? ഹെർ മദർ വാസ് ആൻ അഡ്മിനിസ്ട്രേറ്റർ. ദ അഡ്മിനിസ്ട്രേറ്റർ എന്ന് പറഞ്ഞാൽ ഭരണകർത്താവ്, ഭരണരംഗത്ത് പ്രവർത്തിക്കുന്ന ഒരു ഉദ്യോഗസ്ഥ എന്നുള്ള അർത്ഥത്തിൽ നമുക്ക് അഡ്മിനിസ്ട്രേറ്റർ എന്ന് പറയാം. Us and so we had us was the norm live in domestic. അതുകൊണ്ട് we had us was the norm. Us was the norm. norm രീതി, സമ്പ്രദായം. ആ സമ്പ്രദായം അവിടെ നിലനിന്നിരുന്ന സമ്പ്രദായം അനുസരിച്ച് ഞങ്ങൾ ജീവിച്ചിരുന്നത് ഡൊമസ്റ്റിക് ഹെൽപ്പോട് കൂടിയാണ്. വീട്ടിൽ വന്ന് ആരെങ്കിലും ജോലിക്ക് സഹായിക്കുമായിരുന്നു. കാരണം ബോത്ത് ഹർ പേരൻസ് വെയർ എംപ്ലോയീസ്, അല്ലേ? അന്നേരം അവളുടെ പേരൻസ് എംപ്ലോയീസ്, ജോലിക്കാരാണ്. Her father was a professor and her mother was an administrator. So domestic help was needed. അച്ഛൻ എന്ന് പറയുന്നത് പ്രൊഫസറാണ്, അമ്മയെന്ന് പറയുന്നത് അഡ്മിനിസ്ട്രേറ്ററാണ്. അതുകൊണ്ട് ഡൊമസ്റ്റിക് ഹെൽപ്പ്, വീട്ടു സഹായം, വീട്ടിൽ ആരെങ്കിലും ജോലിക്ക് സഹായിക്കേണ്ടതായിട്ട് വന്നു. അതായത് that was the norm there. norm, രീതി, സമ്പ്രദായം, അവിടുത്തെ രീതി അതായിരുന്നു. ഓക്കെ, who would often come from nearby rural villages and the people who helped them in domestic affairs came from the nearby rural villages. സമീപത്തുള്ള റൂറൽ വില്ലേജുകൾ, അപരിഷ്കൃതമായ ഗ്രാമങ്ങൾ, അത്ര വലിയ വികസനമൊന്നും സംഭവിച്ചിട്ടില്ലാത്ത റൂറൽ ഏരിയ ആയിട്ടുള്ള പ്രദേശങ്ങൾ ചുറ്റുവട്ടത്തുണ്ട്. അന്നേരം അവിടെ നിന്നാണ് ആൾക്കാർ വന്ന് ഇവരെയൊക്കെ വീട്ടുവേലയ്ക്ക് സഹായിച്ചിരുന്നത്. Okay, so the year I turned 8, we got a new house boy. So the year I turned 8, എനിക്ക് 8 വയസ്സായ കാലത്ത്, 8 വയസ്സായ സമയത്ത് we got a new house boy. ഞങ്ങൾക്കൊരു പുതിയ ഹൗസ് ബോയ്, ഹൗസ് സെർവൻറ്റ്, ഹൗസ് ബോയെ കിട്ടി. And what was his name? His name was Fid, Fide, Fid. The only thing my mother told us about him, അന്നേരം അവൻ്റെ പേര് ഫിദ് എന്നായിരുന്നു. അവനെക്കുറിച്ച് അമ്മ പറഞ്ഞിരുന്ന ഒരേ ഒരു കാര്യമെന്ന് പറഞ്ഞാൽ ദാറ്റ് ഈസ് ഫാമിലി വാസ് വെരി പുവർ. അവൻ്റെ കുടുംബം വളരെ ദരിദ്രമായിരുന്നു എന്നുള്ള കാര്യമാണ് അമ്മ എപ്പോഴും പറഞ്ഞിരുന്നത്. അപ്പോൾ പുതിയൊരു ഹൗസ് ബോയ് വന്നു, സെർവൻ്റാണ്, ജോലിക്കാരനാണ്. അവൻ്റെ പേര് ഫിദ് എന്നായിരുന്നു. അവനെക്കുറിച്ച് അമ്മ പറയുമ്പോഴെല്ലാം അവൻ്റെ ദാരിദ്ര്യത്തെക്കുറിച്ചാണ് പറഞ്ഞിരുന്നത്. കേട്ടല്ലോ? The only thing my mother told us about him was that his family was very poor. My mother sent yams and rice and our old clothes to his family. അത് മാത്രമല്ല, ഇവൻ്റെ അമ്മ, ആദിച്ചിയുടെ അമ്മ സെൻഡ് യാം. യാം എന്ന് പറഞ്ഞാൽ അതിന് ചേന, കാച്ചിൽ, കാട്ടുകിഴങ്ങ്, ഇങ്ങനെ 2-3, ഇതിനെല്ലാം യാംസ് എന്ന് പറയും. കേട്ടല്ലോ? അന്നേരം ഇതുപോലെ കിഴങ്ങ്, അല്ലെ, കിഴങ്ങുകൾ അവൻ്റെ വീട്ടിലേക്ക് കൊടുത്തു വിട്ടിരുന്നു. ആൻഡ് റൈസ്, അതുപോലെ ചോറും. ആൻഡ് അവർ ഓൾഡ് ക്ലോത്ത്സ്, ഞങ്ങളുടെ പഴയ വസ്ത്രങ്ങളുമൊക്കെ അവൻ്റെ കുടുംബത്തിന് കൊടുത്തിരുന്നു. ആൻഡ് വെൻ ഐ ഡിഡിൻ ഫിനിഷ് മൈ ഡിന്നർ, ഞാൻ എൻ്റെ ഡിന്നർ കഴിച്ച് പൂർത്തിയാക്കാതിരിക്കുമ്പോൾ മൈ മദർ വുഡ് സേ, അമ്മ പറയുമായിരുന്നു, ഫിനിഷ് യുവർ ഫുഡ്, ഡേ നിൻ്റെ ആഹാരം ഫിനിഷ് ചെയ്യ്, പൂർത്തീകരിക്കുക. ഡോണ്ട് യു നോ, നിനക്കറിയില്ലേ, പീപ്പിൾ ലൈക്ക് ഫിസ് ഫാമിലി ഹാവ് നത്തിങ്.
ഫിദിൻ്റെ കുടുംബത്തിലെ ആൾക്കാർക്കൊന്നും തിന്നാനും കുടിക്കാനും ഒന്നുമില്ല. അവരൊക്കെ എങ്ങനെയാണ് ജീവിക്കുന്നത്? നീ നിൻ്റെ ആഹാരം കഴിക്കുക. സോ ഐ ഫെൽറ്റ് എനോർമസ് പിറ്റി ഫോർ ഫിദ് ഫാമിലി. അതുകൊണ്ട് എനിക്ക് ഭയങ്കരമായ സഹതാപം തോന്നിയിരുന്നു ഫിദിൻ്റെ കുടുംബത്തോട്. ഓക്കെ.